ഇസ്രായേലും ലബനനുമായി വെടിനിർത്തൽ കരാർ ഉണ്ടായി എന്നാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം. 6 മാസത്തേക്കാണ് കരാറെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിന് അവർ മുൻകൈ എടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാകും, അല്ലെങ്കിൽ കൃത്യമായി ആ ഒരു വെടിനിർത്തൽ കരാർ അങ്ങനെ തന്നെ തുടരുമോ? ഇപ്പം ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ അതാണ് ഇപ്പം ആത്യന്തികമായി സംഭവിക്കുന്നത്. അതായത് ലെബനനും ഇസ്രായേലും തമ്മിലാണ് കരാറിൽ ഏർപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണത്തെ ഇസ്രായേൽ പിൻവാങ്ങണം. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. അവർ ലെബനിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായത്. ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഇടപെട്ട് ഇരു രാജ്യങ്ങളോടും യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ ഇസ്രായേൽ അതിന് വഴങ്ങുന്നു. 60 ദിവസത്തേക്കാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 60 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കാരണവശാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ ഇസ്രായേലിന് അങ്ങോട്ട് കയറി അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ പ്രശ്നങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചത് ഹിസ്ബുള്ളയാണെന്ന് മനസ്സിലാക്കിയെന്നും ഞങ്ങളുടെ അതായത് ലെബനീസ് പൗരന്മാരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് അവരാണെന്നും അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ലെബനീസ് ഗവൺമെന്റ് ഹിസ്ബുള്ളയെ ഇപ്പോൾ തള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി അവരെ വേണ്ട, ഞങ്ങളുടെ സഹായം, ഞങ്ങൾക്ക് അവരുടെ യാതൊരു പിന്തുണയും വേണ്ട എന്നുള്ള രീതിയിൽ തള്ളിക്കളയുകയാണ്. ഇതൊരു വലിയ മാറ്റമാണ്. എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഹിസ്ബുള്ളയെ അങ്ങനെ പരസ്യമായി തള്ളി പറയുന്ന ഒരു അവസ്ഥ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാലും ഇസ്രായേലിന്റെ അറ്റാക്ക് ഏത് നിമിഷവും ഹിസ്ബുള്ള ഉണ്ടെങ്കിൽ അവിടേക്ക് ഉണ്ടാകാം. ആ രീതിയിൽ ആ കരാറിൽ ഇവരും ഒപ്പിടുന്നുണ്ട്. പക്ഷേ ഈ കരാറിനോട് ഹിസ്ബുള്ളയുടെ തലവൻ നഈം കാസിം ഉൾപ്പെടെയുള്ളവർ പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും തരത്തിൽ ആത്യന്തികമായി യുദ്ധം അവസാനിപ്പിക്കുകയോ ആക്രമണം നിർത്തുകയോ ചെയ്തതായിട്ട് ഇസ്രായേൽ പറയുന്നില്ല. അപ്പോൾ പിന്നെ ഈ കരാറിന് വാലിഡിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതൊന്നും കണക്കൂട്ടുന്നില്ല. US വന്ന് നിലപാടെടുത്തിട്ട് പറയുന്നു ഇപ്പോൾ വെടിനിർത്തൽ വേണം. ഇപ്പോൾ ഈ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിന് നേരെ ഉപരോധം ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു അതിനെ ഉൾക്കൊണ്ടു. എന്നിട്ട് അത് മന്ത്രിസഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ മന്ത്രിസഭ അതിനോട് യോജിച്ചു. ശരി, അവിടെ വെടിനിർത്തൽ നടത്താം. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഏതാണ്ട് 60 മുതൽ 65,000 വരെ ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ ഈ ലെബനനിലുണ്ടായിരുന്നു. അതിൽ തന്നെ 15,000 മുതൽ 20,000-ഓളം തീവ്രവാദികളായ ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടു. ഇനി അവരുടെ പിന്തുണ ചെയ്യുന്ന ആൾക്കാരോ അവരെ സപ്പോർട്ടേഴ്സോ ഒക്കെ ഉള്ളൂ. മാത്രമല്ല 3,000-നും 4,000-നും ഇടയിലുള്ള ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു. 12,000-ഓളം പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഇത്രയും വലിയ കാഷ്വാലിറ്റിയും മരണമെല്ലാം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഹിസ്ബുള്ള അവിടേക്ക് കടന്നു കയറി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്നാണ്. ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ വന്നത്. അപ്പം ഈ ഇസ്രായേൽ മന്ത്രിസഭയിൽ അത് അവതരിപ്പിച്ചപ്പോൾ ചില മന്ത്രിമാർ അതിനെ എതിർത്തു. നെതന്യാഹുവിനോട് യോജിച്ചു. കാരണം 60 ദിവസത്തേക്ക് നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു പ്രശ്നം അവസാനിക്കട്ടെ. പക്ഷേ ചില മന്ത്രിമാർ പറയുന്നതും നിലവിൽ ഹിസ്ബുള്ള ഏതാണ്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്തിനാണ് യുദ്ധം നിർത്തുന്നത്? നമ്മളിപ്പം നിന്നാൽ അവരെ വേരോടെ അങ്ങ് മാറ്റാലോ, പിന്നെ ഇനി അതിൻ്റെ പ്രശ്നമില്ലല്ലോ എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. US ഇടപെട്ട്, ഫ്രാൻസ് ഇടപെട്ട് ഒരു സമവായ ചർച്ചയൊക്കെ നടത്തി ഇനി ആ ഭാഗത്ത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതായത് ലെബനീസ് ആർമി, ലെബനീസ് പൗരന്മാരെല്ലാം നോക്കാം. മാത്രമല്ല ലെബനനിൽ നിന്ന് ഇനി ഒരു കാരണവശാലും ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കിട്ടരുത്. ബെയ്റൂത്ത് മേഖലയിലാണ് ഇവരുടെ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മേഖലയിലേക്കൊക്കെ തന്നെ ഹിസ്ബുള്ളയെ ഓടിക്കാൻ വേണ്ടി ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തി. കാരണം എന്താ പറയുക, ഹിസ്ബുള്ളയുടെ കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് വിടുന്നുണ്ട്, മിസൈൽ വിടുന്നുണ്ട്. ഏതാണ്ട് 160-ഓളം മിസൈലുകളൊക്കെയാണ് ശനി ഞായർ ദിവസങ്ങളിലായിട്ട് ഇസ്രായേൽ നേരെ വിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. ഈ ബെയ്റൂത്തിലെ ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഏതാണ്ട് 2 ഡസനോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. എന്നിട്ട് ഇപ്പോൾ ലെബനൻ സർക്കാർ പറയുന്നത് ഇനി ഈ ബെയ്റൂത്ത് മേഖലയിൽ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ളതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇസ്രായേലിന് നൽകാം. നിങ്ങൾ അവിടെ വന്ന് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട, ഈ രാജ്യം കൊണ്ട് അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് അവരുടെ ഓയിൽ വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഷിയ തീവ്രവാദം ലോകത്തെമ്പാടും വളർത്താനുള്ള ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇറാൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധമുണ്ടോ അതേ ആയുധങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ ഇവരെ സഹായിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിച്ചതോടുകൂടി ഇറാൻ്റെ പൊള്ളത്തിലെല്ലാം വെളിപ്പെട്ടു. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലെന്നും അവർ നിരായുധീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമായി. ഇതോടുകൂടി ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിൻവാതിൽ വഴി അമേരിക്കയുമായി ഒരു ചർച്ച നടത്തുന്നു. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഇസ്രായേൽ ഇനി ഞങ്ങളെ അറ്റാക്ക് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണത്തെ ഇറാൻ പേടിക്കുന്നു. ഇറാൻ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് നിലനിന്ന, പണം കൊടുത്തുകൊണ്ട് നിലനിന്ന ഹിസ്ബുള്ള അവിടെ ഏതാണ്ട് പൂർണ്ണമായിട്ടും
തീർക്കുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെ ഏതാണ്ട് പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഈ ശ്രമിക്കുന്നത്. അപ്പോൾ അറബ് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാണ്. അറബ് രാജ്യങ്ങൾ ഒരു കാരണവശാലും ഈ ഹിസ്ബുള്ളയോ ഹമാസിനെയോ പിന്തുണച്ചിട്ടില്ല. സൗദിയുടെ ഒക്കെ നിലപാട് നമുക്കറിയായിരുന്നു. സൗദി, അതുപോലെ തന്നെ UAE, ആകെ ഉള്ളത് ഒരു ഖത്തർ മാത്രമായിരുന്നു. അപ്പോൾ ഖത്തർ ഇവരെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ട്രംപ് അധികാരത്തിൽ വരികയും ഇനി ഹിസ്ബുള്ളയെ സഹായിക്കരുത് ഒരു വാണിംഗ് കൊടുക്കുകയും ചെയ്തത്. അതോടുകൂടി ഖത്തർ പറഞ്ഞു ഹിസ്ബുള്ളക്കാരൊന്നും ഇവിടെ വേണ്ട, ഞങ്ങൾ ഇനി സഹായിക്കുന്നില്ല. അപ്പോൾ അറബ് രാജ്യങ്ങളുടെ എക്കണോമിയെ തകർക്കുന്നത് ഈ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ നിലപാടായിരുന്നു. അവരുടെ രാജ്യത്തിന്റെ വളർച്ചയെ അതില്ലാതാക്കുന്നു, ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നേറി ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ആക്രമണം നടത്തിയല്ലോ. ഈ ആക്രമണം നടത്തിയതോടുകൂടി അറബ് രാജ്യങ്ങൾ ഒരു മൗനം അങ്ങ് പാലിച്ചു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്കത് ഇഷ്ടമല്ല, കാരണം നിങ്ങളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആഗോള ഇസ്ലാമിക തീവ്രവാദം വളർത്താനായിട്ട് ഇറാൻ ശ്രമിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള അറബ് രാജ്യങ്ങൾ അതിനോട് കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെ. അപ്പൊ ജിയോ പൊളിറ്റിക്സിൽ തന്നെ ഒരു രാജ്യത്തിന്റെയും ഈ തീവ്രവാദ നിലപാടുകളെ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ. ഇറാൻ ഇത്രയും കാലം വിചാരിച്ചത് തങ്ങളോടൊപ്പം ഈ അറബ് രാജ്യങ്ങൾ നിലകൊള്ളുമെന്നാണ്. യാതൊരു വിധത്തിലും അവർ നിലകൊണ്ടില്ല. മാത്രമല്ല, ഈ ഹൂത്തികളെ ഉപയോഗിച്ച് സൗദിയിലെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കും. സൗദിയുമായി ബന്ധപ്പെട്ട കപ്പലുകൾ പോവുകയാണെങ്കിൽ അവിടെ ആക്രമിക്കും. അതുപോലെ തന്നെ UAE ബോർഡറിൽ ആക്രമണം നടത്തും. അപ്പൊ ഹൂത്തികളെ ഉപയോഗിച്ച് ഇറാൻ ഈ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഇവർ തിരിച്ചറിഞ്ഞു. ഇവർക്ക് എല്ലാം കൊണ്ട് ഇവരങ്ങ് ശല്യമായി മാറിയതോടുകൂടിയാണ് ഇനി ഇത്തരത്തിലൊരു ആക്രമണം വേണ്ട, ഇറാന്റെ നിഴൽ സേനയെ അംഗീകരിക്കുന്നില്ല. ലെബനൻ കൃത്യമായ നിലപാടെടുത്തു. അപ്പോൾ പറയുകയാണ്, ഇനി ഈ ലെബനീസ് സൈന്യത്തെ ഇസ്രായേൽ സൈന്യം പരിശീലിപ്പിക്കണം, എന്നിട്ട് UN സമാധാന സേന അവിടെ നിലകൊള്ളും. സമാധാന സേനയ്ക്കൊപ്പം ഈ പറയുന്ന ലെബനീസ് സൈന്യവും അവിടെ നിലകൊള്ളും. ഒരു കാരണവശാലും ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങൾ എത്തുന്നില്ല എന്ന് അവർ നിരീക്ഷിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നിരീക്ഷിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു അന്താരാഷ്ട്ര സമിതി നിലവിൽ വരും. അപ്പോൾ അവരുടെ നിരീക്ഷണം ഇവിടെ വരും. അപ്പം വീണ്ടും ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ തലപൊക്കിയാൽ ഈ മിഡിൽ ഈസ്റ്റിൽ അടക്കം കയറി ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്ക ഒരു പെർമിഷൻ അങ്ങ് നൽകും. അപ്പോൾ ഇസ്രായേലിന് എന്തും ചെയ്യാമല്ലോ. അപ്പോൾ 60 ദിവസത്തെ വെടിനിർത്തലിനിടയിൽ ആരെങ്കിലും കരാർ ലംഘിക്കുമോ എന്നാണ് ഇനി ഗൗരവമുള്ള ഒരു കാര്യം. അങ്ങനെ ലംഘിക്കാതിരിക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളും, അതായത് ഇസ്രായേലിന്റെ സേന പിൻവാങ്ങുന്നു, ഹിസ്ബുള്ളയെ എവിടുന്ന് മാറ്റുന്നു. ഹിസ്ബുള്ളയെ മാറ്റുന്നത് ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ബോർഡറിന് ഏതാണ്ട് 18 മൈൽ അകലേക്ക് അവശേഷിക്കുന്ന ഹിസ്ബുള്ള സപ്പോർട്ടേഴ്സിനോട് പൊക്കോളാൻ പറഞ്ഞിരിക്കണം. അങ്ങനെ അവരും പോയാൽ ഇവിടെ സമാധാനം ഉണ്ടാവും. അങ്ങനെ വന്നാൽ ഈ ആക്രമണത്തെ പേടിച്ച് ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോയ നിരവധി ഈ ലെബനീസ് പൗരന്മാർ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് റീബിൽഡിംഗ്, റീകൺസ്ട്രക്ഷൻ അമേരിക്കയുടെ സഹായത്തോടെ അത് നടത്തും. ഒപ്പം തന്നെ ഈ ബോർഡറിലാണല്ലോ ഈ ലെബനിൽ നിന്ന് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്ന്, ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയ കുറേ ആൾക്കാരുണ്ട്, അവർക്കും തിരിച്ചു വരാം. പക്ഷെ അവിടുത്തെ മേയർ ഉൾപ്പെടെ പറയുന്നത് ഈ ഹിസ്ബുള്ളയെ വിശ്വസിക്കാൻ പറ്റുമോ, ഇവരെപ്പോൾ വേണമെങ്കിലും കാല് മാറുന്ന സ്വഭാവക്കാരാണ്, ഇവർ പ്രശ്നമൊക്കെ ഇല്ലാന്ന് പറയും. അവിടെ നിന്ന് വീണ്ടും റോക്കറ്റ് ആക്രമിച്ചാൽ ഇസ്രായേലി പൗരന്മാരും കൊല്ലപ്പെടാം. അപ്പം പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിങ്ങളും ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ജനതയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ലെബനീസ് പൗരന്മാരെ അവിടേക്ക് കൊണ്ടുവന്നു. ആ രാജ്യം ഒരു സമാധാനപൂർണ്ണമുള്ള രാജ്യമായി മാറാൻ അവർ ശ്രമിക്കുന്നു. ഇസ്രായേലിന്റെ ആൾക്കാരെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനിടയിൽ നെതന്യാഹുവിന്റെ തീരുമാനം അത്ര ശരിയായില്ലെന്നുള്ള അഭിപ്രായമായി ചില നേതാക്കൾ രംഗത്തുനിന്നുണ്ട്. നമുക്കറിയാം യോവ് ഗാലന്റിനെ പോലെയുള്ള മന്ത്രിമാരെയൊക്കെ പുറത്താക്കിയതല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ചിലരുടെ നിലപാടുകൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഗാസയിൽ നിന്ന് ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു. ഇനി ഹിസ്ബുള്ളയെ ഏതാണ്ട് ലെവലിൽ നിന്ന് അടിച്ച് അമർത്തി കഴിഞ്ഞു. ഇനി അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നിട്ട് പോലും 100 റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ ലെബനനിൽ നിന്ന് പിൻവലിക്കുകയാണ്, കരാറിലെ വ്യവസ്ഥകളെല്ലാം തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പാലിക്കും, എന്തെങ്കിലും തരത്തിൽ അത് വിഘ്നം വന്നാൽ ഈ കരാർ തന്നെ ഇല്ലാതാകും. അപ്പം ലെബനനിലെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഒക്കെ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ സഹായവും UN നേതൃത്വത്തിൽ നടക്കും. US-ഉം ഫ്രാൻസും ഒക്കെ മേൽനോട്ടം വഹിക്കും. ഒപ്പം ഇസ്രായേലിലെ ഒഴിഞ്ഞുപോയ ആൾക്കാരെ അവരുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇസ്രായേൽ സേനയും ഹിസ്ബുള്ള സേനയും പരസ്പരം അവിടെ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. എന്നാൽ നയീം കാസിം പറയുന്നത്, ഞങ്ങൾ ഹിസ്ബുള്ളക്കാർ ഇത് അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ശാശ്വതമായ വെടിനിർത്തലും യുദ്ധ അവസാനിപ്പിക്കലും ആണ് വേണ്ടത്. ഇത് എവിടെ നിന്നാണ് പറയുന്നത്? ഇറാനിലിരുന്നാണ് പറയുന്നത്, ഇവിടെ വന്നിരുന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ആളുകളെ മൊത്തം തീർത്തോണ്ടിരിക്കണല്ലോ. 65,000 പേരുള്ള ഹിസ്ബുള്ള ഭീകരന്മാരിൽ ഇനി എത്ര പേര് അവശേഷിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു
അറിവൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 അധികാരത്തിലെത്തും. അതോടുകൂടി അധികാരത്തിലെത്തിയാൽ ഈ പറയുന്ന ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച് തീർന്നില്ലേ. അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് പ്രഷറൊക്കെ ചെലുത്തി ഫ്രാൻസിനെയും അമേരിക്കയൊക്കെ സമ്മർദ്ദം ചെലുത്തി യുദ്ധം നിർത്തുന്നത്. മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അവിടെ നിന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു ഖത്തറായിരുന്നു. ആ ഖത്തറിനെ ഭീഷണിപ്പെടുത്തി മാറ്റിയിട്ടുണ്ട്. ഇറാനെ സഹായിച്ച് ഇറാഖിന്റെ അടുത്ത് പറഞ്ഞ് മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിടത്ത് നിന്നും അറബ് രാജ്യങ്ങളുടെ സഹായം ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പിന്നുള്ള ഒരു രാജ്യം സിറിയ ഈ ലെബനിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഹിസ്ബുള്ളക്കാർ ഓടി സിറിയയിലേക്ക് പോകും. സിറിയയിൽ നിന്ന് ആയുധങ്ങളൊക്കെ ഈ ഹിസ്ബുള്ളയ്ക്ക് വരും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന പാലങ്ങൾ റോഡുകളും എല്ലാം തന്നെ ഈ ലെബനന്റെ സഹായത്തോടെ ഇസ്രയേൽ അങ്ങ് തകർത്തു. ഇനി അങ്ങോട്ടുള്ള ഒരു ബന്ധമില്ല. അപ്പോൾ ഇവരെ പരമാവധി രാജ്യത്തിന് പുറത്തേക്ക് എത്തിച്ചു. അപ്പോൾ ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് ഇവരെ കടത്തുന്നു. ഇസ്രയേലിന്റെ ബോർഡറിൽ നിന്ന് 18 മൈൽ മാറ്റി നിർത്തുന്നു. ഇതെല്ലാം കഴിയുമ്പം ഹിസ്ബുള്ള ഏതാണ്ട് നാമാവശേഷമാകുന്നു. എന്ന് പറഞ്ഞാൽ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഇനി സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നില്ല. 40 വർഷമായിട്ട് അവരെല്ലാം സഹായം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ഷിയ തീവ്രവാദത്തെ വളർത്താൻ. അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദം ഇനി ലോകത്ത് വേണ്ട എന്ന് അറബ് രാജ്യങ്ങൾ മുൻകൈ എടുത്ത് ഒരു തീരുമാനം എടുക്കുന്നു. സൗദി അറേബ്യ, UAE, ബഹ്റിനും ഒമാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം തീവ്രവാദം വേണ്ട, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനമാണ്, പുതിയ യുഗത്തിലേക്ക് പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ ടെക്നോളജിയാണ് വേണ്ടത്, യുദ്ധമല്ല വേണ്ടതെന്നൊരു നിലപാട് ഇവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ബൈഡന്റെ കൂട്ടായിരിക്കില്ല എന്ന് ഇവർക്ക് കൃത്യമായ ബോധമുണ്ട്. ബൈഡൻ ഇപ്പം കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ ബൈഡന്റെ കാലാവധി കഴിയും. ട്രംപ് ഇങ്ങോട്ട് വന്നാൽ അവരെല്ലായ്പ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇസ്രായേൽ എപ്പോൾ കയറി അടിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ലെബനീസ് ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ ഒത്തുതീർപ്പിനും വഴങ്ങാം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങണം. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഹിസ്ബുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ആക്രമിക്കാം. ഞങ്ങൾക്ക് ലെബനൻ എന്ന് പറയുന്ന ഒരു സമാധാനപൂർണ്ണമായ രാജ്യം വേണം. ഒപ്പം എവിടെയൊക്കെ ഹിസ്ബുള്ള ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഒരു വലിയ ഒത്തുതീർപ്പാണ്. ലോകം ഏറെ കാത്തിരുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുകയാണ്. മാത്രവുമല്ല ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെ എല്ലാം പുനരധിവസിപ്പിക്കാൻ ഇസ്രയേലും തീരുമാനിക്കുന്നു, ഒപ്പം ലെബനനും തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് ഏതാണ്ട് പൂർണ്ണമായും ഒരു വിരാമം ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നൂടെ തീർച്ചയായും. ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്ലാമിക തീവ്രവാദം, ലോകത്തിന് വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരു അന്ത്യം കുറിക്കപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. അതെ.